എന്താ മഞ്ഞേ, രാവിലെ തന്നെ ഒരു കിടത്തം? കട്ടിലിൽ കിടക്കുകയായിരുന്ന മഞ്ഞയെ നോക്കി ദീപക് ഇത്തിരി ദേഷ്യത്തോടെ ചോദിച്ചു. മഞ്ഞ അപ്പോൾ തല പൊത്തിപ്പിടിച്ചുകൊണ്ട് ദീപകിനെ ഒന്ന് നോക്കി. ആ പതിവുള്ള തലവേദന തന്നെ. അവൾ മെല്ലെ പറഞ്ഞു, ഓ തുടങ്ങിയോ? നാശം പിടിക്കാനായിട്ട് എന്നും ഒരു രോഗമാ. ഹോസ്പിറ്റലിൽ ചെന്നു കഴിഞ്ഞാൽ എല്ലാ രോഗികൾക്കും ഉള്ളതെല്ലാം കൂടെ നിനക്കൊരാൾക്കുണ്ട്. തലവേദന, കാലുവേദന, മേലുവേദന, നാശം പിടിക്കാനായിട്ട്. കുളിച്ചു വന്ന തോർത്ത് കട്ടിലിലേക്ക് എറിഞ്ഞുകൊണ്ട് ദീപക് ദേഷ്യത്തിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്തെങ്കിലും വയ്യായിക പറഞ്ഞാൽ ദീപകിന്റെ ആ ദേഷ്യം പതിവുള്ളതാണ്. മഞ്ഞ ഭർത്താവ് ദീപകിന് എന്നും ഒരു ശല്യമായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ജോലി ചെയ്യാനും അവൾ മിടുക്കിയായിരുന്നെങ്കിലും ഒരസുഖം വന്നാൽ, പ്രത്യേകിച്ച് ചെറിയ പനി പോലെയോ വയറുവേദന പോലെയോ എന്തെങ്കിലും വന്നാൽ ദീപക് അവളെ പാടെ അവഗണിക്കും. വീട്ടുകാർ കണ്ടുറപ്പിച്ച വിവാഹമായിരുന്നു ദീപകിന്റേതും മഞ്ഞയുടേതും. ദീപകിന്റെ അമ്മ വീട്ടിലുള്ളപ്പോൾ അവളെ വെറും ഒരു അടുക്കളക്കാരിയായാണ് കണ്ടിരുന്നത്. ഇപ്പോൾ അവർ മോളുടെ പ്രസവത്തിന് വേണ്ടി മോളുടെ വീട്ടിലേക്ക് പോയതുകൊണ്ടാണ് മഞ്ഞയ്ക്ക് ഇത്തിരിയെങ്കിലും ആശ്വാസം. എന്താ മഞ്ഞേ, നിനക്കിതൊരു ഒഴിവ് കഴിവാണ്. ഒരു ചെറിയ തലവേദന വന്നാൽ ഉടൻ കിടപ്പിലാകും. നിന്നെ കൂടി പോറ്റാനല്ലേ ഞാൻ രാവിലെ പോയി വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നത്. ഞാൻ തിരക്കിട്ട് ഓടുന്നതൊന്നും നീ കാണുന്നില്ലേ? വീണ്ടും മുറിയിലേക്ക് വന്ന ദീപക് എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി. അവന്റെ വാക്കുകൾ കടുപ്പമായിരുന്നു. ഒട്ടും വയ്യാഞ്ഞിട്ടാ ഏട്ടാ, ചായയും പലഹാരങ്ങളുമെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏട്ടന് കൊണ്ടുപോകാൻ ചോറും പാത്രത്തിലാക്കിയിട്ടുണ്ട്. കഴിച്ചാൽ മാത്രം പോരെ? മഞ്ഞ വിഷമത്തോടെ ദീപകിനെ നോക്കി. മഞ്ഞക്ക് എത്ര വയ്യാതായാലും ഒരാശ്വസിപ്പിക്കലോ മരുന്ന് വാങ്ങിക്കൊടുക്കലോ ദീപകിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവൾ സ്വയം മരുന്ന് വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ വേദന കടിച്ചു പിടിച്ച് ജോലികൾ ചെയ്യും. അവർക്കിടയിലെ സ്നേഹബന്ധം ഒരു തണുത്ത അടുക്കള പോലെയായിരുന്നു. അത്യാവശ്യത്തിന് പാചകം നടക്കും, പക്ഷേ ഒരിക്കലും ഒരു ചൂടോ സ്വാദോ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ദിവസങ്ങൾ കടന്നുപോയപ്പോഴാണ് മഞ്ഞ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. ഒരു കുഞ്ഞു വരാൻ പോകുന്നതിൽ അതിയായ സന്തോഷമുണ്ടായിരുന്നെങ്കിലും മഞ്ഞയുടെ കാര്യത്തിൽ ദീപകിന് അങ്ങനെ ശ്രദ്ധയൊന്നുമില്ലായിരുന്നു. ഡോക്ടറെ കാണാൻ ഒപ്പം ചെല്ലും, മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുക്കുമെന്നല്ലാതെ അവളുടെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയി അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഗർഭിണിയായാൽ താൻ പ്രതീക്ഷിച്ച പോലുള്ള സ്നേഹവും കാര്യങ്ങളുമെല്ലാം തനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച മഞ്ഞയ്ക്ക് തെറ്റിപ്പോവുകയായിരുന്നു. ഗർഭകാലത്തും ദീപകിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവളോടുള്ള അവന്റെ മനോഭാവം അതുതന്നെയായിരുന്നു. ഛർദിയും ക്ഷീണവും അവളെ തളർത്തിയപ്പോഴും വേറെ ആർക്കുമില്ലാത്ത അസുഖമാണോ നിനക്ക് എന്നായിരുന്നു അവന്റെ ചോദ്യം. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ മഞ്ഞ പതിയെ തന്റെ വേദനകളെല്ലാം ഉള്ളിലൊതുക്കി. വരാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മാത്രം ആശ്വാസം കണ്ടെത്തി. അങ്ങനെ പ്രസവ സമയം അടുത്തു. മഞ്ഞയെ ലേബർ റൂമിലേക്ക് മാറ്റാൻ നേരം ദീപക് പുറത്ത് ഫോണിൽ സംസാരിച്ച് നടക്കുകയായിരുന്നു. ദീപകിന്റെ അമ്മ അപ്പോഴും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. മോളുടെ പ്രസവം കഴിഞ്ഞ് വർഷം ഒന്നായെങ്കിലും ആ കുട്ടിയെ നോക്കണമെന്ന് പറഞ്ഞ് അമ്മ ഹോസ്പിറ്റലിന്റെ പരിസരത്തേക്ക് പോലും വന്നില്ല. അമ്മ ഇല്ലാത്ത മഞ്ഞയ്ക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്കൊരു ധൈര്യമായി പ്രായമായ അച്ഛൻ പുറത്തുണ്ടായിരുന്നെങ്കിലും അവൾ ലേബർ റൂമിൽ കിടന്ന് പിടയുകയായിരുന്നു. അച്ഛന്റെ മുഖത്തുണ്ടായിരുന്ന ടെൻഷനോ കാര്യമോ പോലും ദീപകിന്റെ മുഖത്ത് കാണാനില്ലായിരുന്നു. അവനെ സംബന്ധിച്ച് പ്രസവം എന്നതൊരു സാധാരണ സംഭവമായിരുന്നു. എത്രയോ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നു, ലോകത്തെല്ലാവരും പ്രസവിക്കുന്നു. ആ ഒരു മൈൻഡായിരുന്നു ദീപകിന്. പെട്ടെന്നാണ് ലേബർ റൂമിൽ നിന്ന് ആ വിളി വന്നത്. മഞ്ഞയുടെ ഭർത്താവ് ദീപക് ആരാണ്? ഡോക്ടറുടെ വിളി കേട്ട് ദീപക് അങ്ങോട്ടേക്ക് ചെന്നു. എന്താ ഡോക്ടർ? അവൻ ഡോക്ടറോട് ചോദിച്ചു. ഒന്നുമില്ല, ആ കുട്ടി വല്ലാതെ അപ്സെറ്റ്. നിങ്ങളെ ഒന്ന് കണ്ടാൽ ഒന്ന് സമാധാനമാകും, ഒന്ന് കയറിക്കോളൂ. ഡോക്ടർ പറഞ്ഞപ്പോൾ ദീപക് ഒരു അത്ഭുതത്തോടെ ഡോക്ടറെ നോക്കി. അത് ഡോക്ടർ, ഞാൻ ലേബർ റൂമിലേക്ക് എല്ലാം കഴിഞ്ഞിട്ട് കണ്ടാൽ പോരെ? അവൻ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ അപ്പോൾ ശാന്തമായി എന്നാൽ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ദീപക്, ആ കുട്ടി പെട്ടെന്ന് തന്നെ ഡെലിവറി ആകും. എന്നാൽ അതിനൊട്ടും വയ്യ. മാനസികമായി വല്ലാതെ തളർന്നിരിക്കുകയാണ്. ഞങ്ങൾ എത്രയൊക്കെ ധൈര്യം കൊടുക്കാൻ നോക്കിയാലും നിങ്ങൾ കൊടുക്കുന്ന പോലെ ആവില്ലല്ലോ അത്. ഒന്നാമത് അമ്മയില്ലാത്ത കുട്ടിയല്ലേ. ഒരമ്മയുടെ പ്രസൻസ് അതിന് നൽകാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നാലും ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്കത് ചെയ്യാമല്ലോ. ഗൈനക്കോളജിയിൽ ഏറ്റവും നല്ല ഡോക്ടറായ പേഷ്യന്റിന്റെ പൾസ് അറിഞ്ഞ് പെരുമാറുന്ന ഡോക്ടർ രേവതി ദീപകിനോടൊരു റിക്വസ്റ്റ് പോലെയും എന്നാൽ നിർബന്ധത്തോടെയുമാണ് പറഞ്ഞത്. ദീപക് അപ്പോൾ ഡോക്ടറെ തന്നെ ഒന്ന് നോക്കി. പറഞ്ഞു നിൽക്കാൻ സമയമില്ല, ഒന്ന് കയറൂ, ആ കുട്ടിയെ ഒന്ന് സമാധാനിപ്പിക്കൂ. ഇത് ലോകത്ത് ആദ്യം നടക്കുന്ന സംഭവമൊന്നുമല്ല. എത്രയോ ഭർത്താക്കന്മാർ പെൺകുട്ടികളോടൊപ്പം കയറുന്നു. അവർക്കത് വലിയൊരു സപ്പോർട്ട് ആവാറുണ്ട്. പ്ലീസ്, ഡോക്ടർ ഒന്നുകൂടെ അവനോട് പറഞ്ഞു. ദീപകിന് എന്നാലും അപ്പോൾ ഒരു മടിയുണ്ടായിരുന്നു. ഡോക്ടർ, ഞാൻ മറ്റാരെങ്കിലും അറേഞ്ച് ചെയ്യാം. ഞാൻ പുറത്തു നിന്നോളാം. ദീപക് അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു. വേണ്ട ദീപക്, നിങ്ങൾ അകത്തുണ്ടായിരിക്കണം. ഈ പ്രക്രിയ എത്രത്തോളം വേദനാജനകമാണ്, നിങ്ങളുടെ ഭാര്യ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ നേരിട്ട് കാണണം. എന്തായാലും കയറണം. ഡോക്ടർ അവനെ നിർബന്ധിച്ചു. മറ്റൊരു വഴിയുമില്ലാതെ ദീപക് അപ്പോൾ ലേബർ റൂമിലേക്ക് കയറി. ലേബർ റൂമിലെത്തിയതും കട്ടിലിൽ കിടന്നാർത്ത് കരയുന്ന മഞ്ഞയെ ഒരു നോട്ടം ദീപക് ഒന്ന് നോക്കി. ശരിക്കു പറഞ്ഞാൽ ഇത്ര നാൾ തന്നോടൊപ്പം ജീവിച്ചിട്ടും മഞ്ഞയെ ആ ഒരു അവസ്ഥയിൽ അവൻ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു.
ഒട്ടും വയ്യാതെ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന മഞ്ഞയെ കണ്ടതും ദീപകിന്റെ ഹൃദയത്തിൽ എവിടെയോ ഒന്ന് കൊളുത്തി. വേഗത്തിൽ അവൻ അവൾക്കരികിലേക്ക് ചെന്നു. കരയുന്ന അവളെ അവൻ ഒന്ന് നോക്കി. അത്രയും കാലം താൻ കണ്ട മഞ്ഞയെ അല്ലാതായി മാറിയിരുന്നു അവൾ. കണ്ണുകൾ ഇറുക്കി അടച്ച് നെറ്റിയിൽ വിയർപ്പണിഞ്ഞ് സഹിക്കാനാവാത്ത വേദനയിൽ അവൾ അലറുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകെ പിടിച്ചിരുന്നു. ഓരോ വേദനയുടെ തിരമാല വരുമ്പോഴും അവൾ കൈകൾ ചുരുട്ടി പ്രാണൻ പോകുന്ന പോലെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദീപക് കണ്ടിട്ടുള്ള അവളുടെ എല്ലാ ചെറിയ അസുഖങ്ങളെക്കാളും ഒരു പനിയുടെയോ വയറുവേദനയുടെയോ 1000 മടങ്ങ് തീവ്രമായ വേദനയായിരുന്നു അവൾ അവിടെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അരികിൽ നിൽക്കുന്ന ദീപകിനെ ശരിക്കും നോക്കാൻ പോലും അവൾ പാടുപെടുകയായിരുന്നു. ഏട്ടാ, ഏട്ടാ, ദീപക്കേട്ടാ, അവൾ വിറച്ചുകൊണ്ട് അവനെ വിളിച്ചു. മഞ്ഞേ, ഞാനിവിടെയുണ്ട്, ഒന്നും പേടിക്കണ്ട, എന്റെ കയ്യിൽ മുറുകെ പിടിച്ചോളൂ. ദീപക് വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ കൈകളിൽ പിടിച്ചു. എനിക്കിനി വയ്യ ദീപക്കേട്ടാ, എനിക്കിനി തീരെ വയ്യ. അയ്യോ, അവളുടെ ആർത്തനാദം അവന്റെ ചെവിയിൽ തുളച്ചു കയറി. നീ പേടിക്കണ്ട മോളെ, ഞാനിവിടെയുണ്ട്, ധൈര്യമായി ശ്രമിക്കൂട്ടോ. ദീപക് ആദ്യമായി മനസ്സ് നിറഞ്ഞ സത്യസന്ധതയോടെ അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണിൽ നിന്നും അപ്പോൾ കണ്ണുനീർ നിർത്താതെ ഒഴുകുന്നുണ്ടായിരുന്നു. അത്രമേൽ വേദന സഹിക്കാനാവാതെ അവൾ പിടയുമ്പോഴും ആ വലിയ നിലവിളികൾക്കിടയിലും അവളുടെ ഉള്ളിലെ കരുത്തിനെ ദീപക് അത്ഭുതത്തോടെ കണ്ടു. ഒരു ജീവനെ, തന്റെ കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ അവൾ സ്വന്തം ശരീരം എങ്ങനെയാണ് ഹോമിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ താൻ അവഗണിച്ച ഓരോ വേദനയും ചെറിയൊരു വാടിയ മുഖത്തോടെ സഹിച്ച അവൾ ഒരിക്കലും ഇങ്ങനെ പിടഞ്ഞു കരയുന്നത് താൻ കണ്ടിട്ടില്ല. ഈ ബെഡിൽ കാണുന്ന ഈ ഒരു അവസ്ഥയിൽ അവൾ എത്തണമെങ്കിൽ അവൾ അനുഭവിക്കുന്ന വേദന അത്ര വലുതായിരിക്കുമെന്ന് അന്നുവരെ അവളുടെ കൂടെ ജീവിച്ച ദീപകിന് മനസ്സിലാവുകയായിരുന്നു. അപ്പോൾ എത്രത്തോളം വേദനകൾ ഉള്ളിൽ ഒതുക്കാൻ കഴിയുന്ന പെൺകുട്ടിയാണ് അവളെന്ന് ദീപകിന് അറിയാമായിരുന്നു. അന്നുവരെ മനസ്സലിയാത്ത ഒരു സിമ്പതിയും ഭാര്യയോട് തോന്നാത്ത ദീപകിന്റെ കണ്ണുകൾ അവളുടെ അവസ്ഥ കണ്ട് വല്ലാതെ നിറഞ്ഞിരുന്നു. തന്റെ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അത്രയ്ക്ക് പാടുപെടുന്ന അവളെ താൻ ഇത്രനാൾ പരിഗണിച്ചില്ലെന്നൊരു കുറ്റബോധം അവന്റെ ഉള്ളിലുണ്ടായി. അവൻ അവൾ കാണാതെ അവന്റെ കണ്ണുനീർ വേഗത്തിൽ തുടച്ചു. അപ്പോഴേക്കും അവളുടെ വേദന അങ്ങ് അറ്റത്തെത്തിയിരുന്നു. സഹിക്കാനാവാത്ത വേദനയിൽ അവൾ ബാക്കി കരയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫ് അവളുടെ വയറിൽ പിടിച്ച് പുറത്തേക്ക് അമർത്തുന്നുണ്ടായിരുന്നു. ആ രംഗം കണ്ടതും ദീപക് നിർത്താതെ കരഞ്ഞു പോവുകയായിരുന്നു. കാരണം ഒരു മനുഷ്യനായി ജനിച്ച ആർക്കും കണ്ടു നിൽക്കാനാവാത്ത അവസ്ഥയായിരുന്നു അത്. ഒരു ചെറിയ പനി വന്നാൽ, ചെറിയ ജലദോഷം വന്നാൽ, കാലൊന്ന് വെച്ചുകുത്തിയാൽ പിടഞ്ഞു പോകുന്ന ദീപകിനെ പോലൊരാൾക്ക് ആ സാഹചര്യം ഒട്ടും തന്നെ കണ്ടു നിൽക്കാനാവുന്നില്ലായിരുന്നു. അവൻ മഞ്ഞയുടെ മുഖത്തേക്ക് അവന്റെ മുഖം ചേർത്ത് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ച് അവളുടെ മുഖത്തുമ്മ വെച്ചുകൊണ്ട് അവളുടെ ആ വേദനയ്ക്കൊപ്പം നിൽക്കാൻ ശ്രമിച്ചു. തന്നെ കൊണ്ടൊന്നിനും ആവില്ലെങ്കിലും അതൊന്നും അവളുടെ വേദനയെ കുറയ്ക്കില്ലെങ്കിലും തനിക്കപ്പോൾ അത് മാത്രമേ അവൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതുണ്ടായിരുന്നുള്ളൂ. അവൾ അവന്റെ കയ്യിൽ അപ്പോൾ ശക്തിയായി മുറുക്കുകയായിരുന്നു. അത്രമേൽ അവളുടെ പിടുത്തം മുറുകണമെങ്കിൽ അവളുടെ വേദനയും അത്രമേൽ ആഴത്തിലുള്ളത് തന്നെയാണ്. പോട്ടെടാ, ഒന്നുമില്ല, കഴിഞ്ഞൂട്ടോ. കരഞ്ഞുകൊണ്ട് അവളുടെ മുഖത്ത് മുഖം ചേർത്ത് ദീപക് അത് പറയുമ്പോഴേക്കും കുഞ്ഞിന്റെ കരച്ചിൽ അവന്റെ കാതിൽ കേട്ടിരുന്നു. ആ കരച്ചിൽ കേട്ടതും ദീപക് വേഗത്തിൽ തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു മരണവേദന സഹിച്ച് അവൾ തനിക്ക് വേണ്ടി കരുതിയ തന്റെ ജീവനെ. അതുവരെ പിടഞ്ഞു കരഞ്ഞിരുന്ന മഞ്ഞയുടെ മുഖത്തപ്പോൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ടപ്പോൾ ദീപക് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയായിരുന്നു. വേദന സഹിച്ച് ആകെ വിയർത്തു കുളിച്ചിരുന്നെങ്കിലും ആ കുഞ്ഞിന്റെ കരച്ചിലൊന്ന് കേൾക്കുമ്പോൾ തെളിയുന്ന ആ ചിരി അമ്മമാർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണെന്ന് അവൻ അപ്പോൾ തോന്നി. ഡോക്ടർ അപ്പോൾ സന്തോഷത്തോടെ കുഞ്ഞിനെ രാഹുലിന്റെ കയ്യിൽ കൊടുത്തു. ആ നിമിഷം കരഞ്ഞുകൊണ്ടാണ് അവൻ കുഞ്ഞിനെ വാങ്ങിയത്. ആ കുഞ്ഞി കൈകളിൽ ഉമ്മ വയ്ക്കുമ്പോൾ ദീപകിന്റെ കണ്ണുനീർ ഒഴുകുന്നത് മഞ്ഞയ്ക്ക് കാണാമായിരുന്നു. ഒരേ സമയം അവൾക്ക് സന്തോഷവും സങ്കടവും തോന്നുന്ന അവസ്ഥയായിരുന്നു അത്. രാഹുൽ അപ്പോൾ കുഞ്ഞിനെ ചേർത്തു പിടിച്ചുകൊണ്ട് ക്ഷീണിതയായി കിടക്കുന്ന മഞ്ഞയുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. സോറി മോളെ, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്നെ വേണ്ട പോലെ ഞാൻ നോക്കിയിട്ടില്ല, സോറി. അവൻ പതുക്കെ അവളുടെ ചെവിയിൽ പറഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു. ആ നിമിഷം മുതൽ ദീപകിന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി തുടങ്ങി. അത് കേവലം കടമയോ വാത്സല്യമോ ആയിരുന്നില്ല. പ്രസവമുറിയിലെ വെളിച്ചത്തിൽ താൻ കണ്ട വേദനയുടെയും സ്നേഹത്തിന്റെ ശക്തിയുടെയും അവളുടെ സഹനത്തിന്റെയും ഓർമ്മയായിരുന്നു. പ്രസവശേഷം മഞ്ഞയും കുഞ്ഞും വീട്ടിലെത്തി 2 ആഴ്ച കഴിഞ്ഞിരുന്നു. വീട് പുതിയൊരു സന്തോഷത്തിൽ നിറഞ്ഞിരുന്നെങ്കിലും പ്രസവത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് മഞ്ഞ പൂർണ്ണമായും മുക്തയായിരുന്നില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് കുഞ്ഞുറങ്ങാൻ തുടങ്ങിയപ്പോൾ മഞ്ഞ ചെറിയൊരു തലവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കട്ടിലിൽ മെല്ലെ കിടന്നു. അവൾ പതിവ് പോലെ കണ്ണുകൾ അടച്ചു. ദീപകിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അവൾ അവനോടൊന്നും പറഞ്ഞില്ല. കാരണം പഴയ ശീലം അങ്ങനെയാണല്ലോ. എന്നാൽ അല്പസമയം കഴിഞ്ഞ് ദീപക് മുറിയിലേക്ക് വന്നു. മഞ്ഞ കണ്ണടച്ച് കിടക്കുന്നത് കണ്ട അവൻ ഒരു നിമിഷം കട്ടിലിനടുത്ത് നിന്നു. പഴയ ദീപക്കായിരുന്നെങ്കിൽ പുതിയ വയ്യായിക തുടങ്ങിയോ എന്ന് ദേഷ്യപ്പെട്ടേനെ. എന്നാൽ അന്നത്തെ ദീപകിന്റെ മനസ്സ് മുഴുവൻ ലേബർ റൂമിൽ കണ്ട കാഴ്ചയിൽ ഉരുകി ഒലിച്ചു പോയിരുന്നു. അവൻ പതിയെ കട്ടിലിന്റെ അരികിലിരുന്നു.
അവൻ അപ്പോൾ വളരെ മൃദുവായി അവളുടെ നെറ്റിയിൽ കൈവച്ചു. മഞ്ഞ പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. വേദന കാരണം ചുളിച്ച അവളുടെ നെറ്റിയിൽ ദീപകിന്റെ വിരലുകൾ മെല്ലെ തഴുകി. നല്ല തലവേദനയുണ്ടോ മഞ്ഞ? ഡോക്ടറുടെ അടുത്ത് പോകണോ? അവന്റെ ശബ്ദത്തിൽ ആഴത്തിലുള്ള സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. ചെറിയൊരു തലവേദന, ഞാൻ ചായ എടുത്തു തരാം. മഞ്ഞ പറയാൻ തുടങ്ങിയതും അവൻ അവളെ തടഞ്ഞു. വേണ്ട, ചായ ഒന്നും ഇപ്പോൾ എടുക്കണ്ട. വേണ്ടപ്പോൾ എനിക്ക് എടുത്തു കുടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നിന്റെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാം. ദീപക് പതിയെ അവളുടെ തല സ്വന്തം മടിയിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് വർഷങ്ങളായി അവൾ കൊതിച്ചിരുന്ന ആ ആശ്വാസത്തിന്റെ തലോടൽ നൽകാൻ തുടങ്ങി. അവളുടെ നെറ്റിയിലും മുടിയകളിലും അവന്റെ വിരലുകൾ വളരെ ശാന്തമായി ചലിച്ചു. ആ സ്പർശം മഞ്ഞ വേദന വരുമ്പോൾ കഴിക്കാറുണ്ടായിരുന്ന പെയിൻ കില്ലറിനേക്കാൾ വേഗത്തിൽ അവളുടെ വേദനയെ കുറയ്ക്കുന്ന ഒന്നായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അത് വേദന കൊണ്ടായിരുന്നില്ല. വർഷങ്ങളായി താൻ കൊതിച്ചിരുന്ന സ്നേഹം ആദ്യമായി അനുഭവിക്കുന്നതിലെ സന്തോഷം കൊണ്ടായിരുന്നു. സ്നേഹത്തോടെ അവൾ രാഹുലിന്റെ മടിയിലേക്ക് അവളുടെ മുഖം ചേർത്തു വെച്ചു. അവളോടുള്ള സ്നേഹവും വാത്സല്യവും അപ്പോൾ രാഹുലിന്റെ മുഖത്തും കണ്ണുകളിലും കൈകളിലും അവൾക്കറിയാമായിരുന്നു. അവന്റെ തലോടലേറ്റ് സുഖമായി അവൾ മയങ്ങി.